നമ്മുടെ ഫോൺസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ ഐപാഡ്സ് ഇതിനകത്തും നമ്മുടെ യൂസർ എക്സ്പീരിയൻസ് ബെറ്റർ ആക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആപ്സ് ആണ്. അതും ആപ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റോക്ക് ആയിട്ട് വരുന്ന ആപ്സും ഉണ്ട്, പിന്നെ തേർഡ് പാർട്ടി ആപ്സും ഉണ്ട്. അതിനകത്ത് നല്ല തേർഡ് പാർട്ടി ആപ്സ് ഒരുപാട് അവൈലബിൾ ആണ്. പ്രത്യേകിച്ചും ഫോൺസ് എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് നല്ല തേർഡ് പാർട്ടി ആപ്സ് ഉണ്ട്. അതും ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നതെന്ന് പറയുന്നത് iOS-നകത്തുള്ള 5 നല്ല തേർഡ് പാർട്ടി ആപ്സ് ആണ്. അത് ഇതിനകത്ത് ചിലതെന്നൊക്കെ പറയുന്നത് നമ്മുടെ സ്റ്റോക്ക് ആപ്പിന് പകരം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതും ആദ്യം നമ്മൾ നോക്കാൻ പോകണമെന്ന് പറയുന്നത് ഒരു വെതർ ആപ്പാണ്. അത് വെതർ ആപ്സ് എടുക്കാൻ നേരത്ത് നമ്മൾ iOS-ന്റെ സ്റ്റോക്ക് വെതർ ആപ്പ് നോക്കുവാണെങ്കിൽ അത് നല്ലൊരു ആപ്പ് തന്നെയാണ്. പക്ഷെ നമ്മൾ ഇന്ന് നോക്കുന്നതിന്റെ യൂസർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യുന്ന രീതിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഇന്റർഫേസ് അവർ നല്ലോണമാണ് ചെയ്തേക്കുന്നത്. അത് ഈ ആപ്പിന്റെ പേരെന്ന് പറയുന്നത് നോട്ട് ബോറിംഗ് വെതർ എന്നാണ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഈ നോട്ട് ബോറിംഗ് വെതർ കയറുമ്പോൾ തന്നെ നമുക്ക് ഒരു കാര്യം ശ്രദ്ധിക്കാൻ പറ്റും. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വെതർ ആപ്പ് അല്ലെങ്കിൽ നമുക്ക് വേറെ ഉള്ള തേർഡ് പാർട്ടി വെതർ ആപ്സിനെ കാട്ടിയും ബെറ്റർ ആയിട്ടാണ് ഇതിന്റെ ഇന്റർഫേസ് ചെയ്തേക്കുന്നത്. അതായത് വളരെ ക്ലീൻ ആയിട്ടാണ് ചെയ്തേക്കുന്നത്. പിന്നെ നമ്മുടെ വെതർ കാണിക്കുന്നതിനകത്ത് തന്നെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള വെതർ എന്ന് പറയുന്നത്, ഇപ്പൊ വെതറിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് വലിയൊരു ഫോമാറ്റിലാണ് കിട്ടുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ അത് മാത്രമല്ല, നമുക്ക് ഒരു ദിവസത്തെ വെതർ കാണുന്നതിന്റെ കൂടെ തന്നെ നമുക്ക് ഒരാഴ്ചത്തെ വെതർ എങ്ങനെയാണോ അതും കാണാൻ പറ്റും. അതും അതിന്റെ മൊത്തത്തിലുള്ള ഒരു ലേ ഔട്ട് എന്ന് പറയുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. പിന്നെ വെതറിന്റെ ആക്യുറസിയും കറക്റ്റ് തന്നെയാണ്. അത് മാത്രമല്ല, നിങ്ങൾക്ക് വേറെ കാര്യം ശ്രദ്ധിക്കാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് വ്യൂ വേണമെങ്കിൽ നമുക്ക് അങ്ങനെയും കാണാൻ പറ്റും. അതായത് നമുക്കിപ്പം നമ്മുടെ ടെമ്പറേച്ചർ എങ്ങനെയാണെന്ന് മാത്രമല്ല, നമുക്ക് എപ്പോഴാണ് സൺറൈസും സൺസെറ്റും അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുന്ന എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ട് കാണിക്കുന്ന രീതിയിലുള്ള ഇന്റർഫേസിലേക്കും പോകാൻ പറ്റും. അത് ഈ ആപ്പിന്റെ ബേസിക് ആയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും ഫ്രീ ആണ്. അതായത് നമുക്ക് വെതർ കാണുന്ന കാര്യവും നമുക്ക് വെതർ റിപ്പോർട്ട് കിട്ടുന്ന കാര്യവും അതെല്ലാം ഫ്രീ തന്നെയാണ്. പക്ഷെ നമുക്ക് ഇതിനകത്ത് വിഡ്ജറ്റ് ആഡ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ അൺലോക്ക് ചെയ്യണമെങ്കിൽ ഒരു സബ്സ്ക്രിപ്ഷൻ സർവീസ് ഉണ്ട്. അപ്പൊ അത് എടുക്കേണ്ട ആവശ്യമില്ല. അത് നമ്മൾ ഈ വീഡിയോ നോക്കുന്ന എല്ലാ ആപ്സും ഫ്രീ ആപ്സ് ആണ്. പക്ഷെ ചിലതിനൊക്കെ സബ്സ്ക്രിപ്ഷൻ സർവീസ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് എടുക്കാവുന്നേ ഉള്ളൂ. പക്ഷെ ഞാൻ സബ്സ്ക്രിപ്ഷൻ സർവീസ് ഇല്ലാതെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. എന്നിട്ടും എനിക്ക് എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഏറ്റവും നല്ലോണം തന്നെ കിട്ടുന്നുണ്ട്. ഇതാണ് നമ്മൾ ആദ്യത്തെ ആപ്പ് എന്ന് പറയുന്നത്, അതായത് നോട്ട് ബോറിംഗ് വെതർ എന്നാണ്. പിന്നെ നമ്മൾ അടുത്ത് നോക്കാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്യാമറ ആപ്പാണ്. അപ്പൊ ക്യാമറ ആപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും വീഡിയോ റെക്കോർഡിംഗ് മാത്രമുള്ള ഒരു ആപ്പാണ്. അത് നമ്മുടെ സ്റ്റോക്ക് ക്യാമറ ആപ്പിനെ കാട്ടിയും കുറച്ചും കൂടെ കൺട്രോൾ കിട്ടുന്നതിനകത്ത് വീഡിയോ റെക്കോർഡിംഗ് ആപ്പാണ്. അതെന്ന് പറയുന്നത് ബ്ലാക്ക് മാജിക് ക്യാം ആണ്. ഇത് ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, നല്ല ഫേമസ് ആയ ആപ്പ് തന്നെയാണ്. അത് ഈ ബ്ലാക്ക് മാജിക് ക്യാമിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് വീഡിയോ റെക്കോർഡിംഗ് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് നമ്മുടെ ഷട്ടർ സ്പീഡും ISOയും വൈറ്റ് ബാലൻസും ഇതെല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, നമുക്ക് ലെൻസ് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. ലെൻസ് മാറ്റാന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ സ്റ്റോക്ക് ലെൻസിൽ നിന്ന് നമ്മുടെ മെയിൻ ക്യാമറ ലെൻസിൽ നിന്ന് അടുത്ത ലെൻസിലേക്ക് പോകാം. അത് മാത്രമല്ല, മെയിൻ ക്യാമറയ്ക്കും 2 ഫോക്കൽ ലെങ്ത് ഉള്ളതാണ് കാണിച്ചേക്കുന്നത്. അതും ഈ ആപ്പ് ഉപയോഗിക്കുമ്പോഴത്തേക്കും അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് കിട്ടുന്നതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ട രീതിയിലുള്ള കളർ കറക്ഷനും കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റും. അതോടെ കുറച്ചുകൂടെ ബെറ്റർ കൺട്രോൾ കിട്ടുന്നതുകൊണ്ട് തന്നെ വീഡിയോ റെക്കോർഡിങ്ങിന് എനിക്ക് കുറച്ചുകൂടെ ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ട് തോന്നിയിരിക്കുന്നത് ബ്ലാക്ക് മാജിക് ക്യാം ആണ്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റോക്ക് വീഡിയോ ആപ്പ് ഉപയോഗിച്ച് അല്ലെങ്കിൽ സ്റ്റോക്ക് ക്യാമറ ആപ്പ് ഉപയോഗിച്ചിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ നല്ല എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. പക്ഷെ നിങ്ങൾക്ക് അത് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ആപ്പ് എന്ന് പറയുന്നത് നല്ലൊരു ഓപ്ഷനാണ്. ഇനി അടുത്തതെന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ 2 നോക്കിയതിനകത്ത് ഒരെണ്ണം വെതർ ആപ്പും ഒരെണ്ണം ക്യാമറ ആപ്പും ആണ്. അടുത്തതെന്ന് പറയുന്നത് ഒരു ടാസ്ക് ആപ്പും കലണ്ടർ ആപ്പും പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് റിമൈൻഡർ ആപ്പും ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്തൊരു ആപ്പ് എന്ന് പറയാൻ പറ്റും. അതും എനിക്ക് ഈ ആപ്പ് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും എൻ്റെ ഒരു ഉപയോഗ രീതിക്കകത്ത് എനിക്ക് ഈ ആപ്പ് എന്ന് പറയുന്നത് ഏറ്റവും നല്ലൊരു ആപ്പായിട്ട് തോന്നിയേക്കുവാണ്. അത് ഈ ആപ്പിന്റെ പേരെന്ന് പറയുന്നത് സ്ട്രക്ചേർഡ് എന്നാണ്. അപ്പൊ ഈ സ്ട്രക്ചേർഡ് ആപ്പിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കാലണ്ടർ വ്യൂവിലാണ് നമുക്ക് കാര്യങ്ങൾ കിട്ടുന്നത്. അത് മാത്രമല്ല, ഈ കാലണ്ടർ വ്യൂവിനകത്ത് നമുക്ക് വേണ്ട ടാസ്കുകൾ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഇതെന്ന് പറയുന്ന ഒരു ഫ്രീ ആപ്പ് തന്നെയാണ്. ഇതിന്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കുമ്പോഴത്തേക്കും നമുക്ക് എല്ലാ ദിവസത്തേക്കും ഒരു റെക്കറിംഗ് ഇവന്റ് ഇടാൻ പറ്റത്തില്ല. അതായത് നമുക്ക് ഒരു കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്ത് അടുത്തടുത്ത ദിവസത്തിലേക്ക് വരുന്ന രീതിയിൽ ഇടാൻ പറ്റത്തില്ല. അപ്പൊ ആ ഒരു കാര്യം എനിക്ക് വലിയ ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു ദിവസം എൻഡ് ചെയ്യുമ്പോഴത്തേക്കും അടുത്ത ദിവസത്തേക്കുള്ള ഒരു ടാസ്ക് ക്രിയേഷൻ ചെയ്ത് വെച്ചേക്കും. അതിവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മൾ രാവിലെ എണീക്കുന്ന ഒരു സമയമുണ്ട്, നമ്മൾ ഉറങ്ങുന്ന ഒരു സമയം അത് കാണിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ വേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ വേണോ അതെല്ലാം ആഡ് ചെയ്ത് കയറ്റാൻ പറ്റും. അതായത് നിങ്ങൾക്ക് ഇപ്പം എന്തുകൊണ്ടും ആഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾ രാവിലെ 8 മണി തൊട്ട് 4 വരെ നിങ്ങൾക്ക് ഒരു വർക്ക് ടൈം ആഡ് ചെയ്യണമെങ്കിൽ അത് ആഡ് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ, നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ട ഒരു ടാസ്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാൻ പറ്റും. അതും ആ ടാസ്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ കാണിക്കും, അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക എന്നുള്ള കാര്യം കാണിക്കും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ടാസ്ക് നടക്കുമ്പോഴത്തേക്കും നമുക്കിവിടെ കാണാൻ പറ്റും ഇതിങ്ങനെ ഫില്ലായി വന്നുകൊണ്ടിരിക്കുന്നത്. അത് കഴിയുമ്പോഴത്തേക്കും നമുക്കത് കഴിഞ്ഞു എന്നുള്ളൊരു കാര്യത്തിന് വേണ്ടി ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ആ ടാസ്ക് കഴിഞ്ഞു എന്നുള്ളൊരു കാര്യം കാണിക്കും. അപ്പോൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ദിവസം എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യണമെന്നുണ്ട്. അതായത് നിങ്ങൾക്ക് എന്ത് കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സ്ട്രക്ചേർഡ് ആപ്പ് എന്ന് പറയുന്നത് നല്ലൊരെണ്ണമാണ്. അത് ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു കലണ്ടർ ആപ്പും ഒരു ടാസ്ക് ആപ്പും കൂടെ കമ്പൈൻ ചെയ്ത് നടക്കുന്ന ഒരു ആപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ആപ്പ് എന്ന് പറയുന്നത് ഒരു നല്ല പ്രൊഡക്ടിവിറ്റി ആപ്പായിട്ട് തോന്നിയിട്ടുണ്ട്. അത് നമുക്ക് ഒരു ഡേ പ്ലാൻ ചെയ്യാൻ വേണ്ടി ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആപ്പാണ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പ്രീമിയം സർവീസ് എടുക്കുവാണെങ്കിൽ അല്ലെങ്കിൽ പെയ്ഡ് സർവീസ് എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ബാക്കിയുള്ള ഫീച്ചേഴ്സ് എല്ലാം അൺലോക്ക് ആവും. പക്ഷേ എനിക്കൊരു റെക്കറിംഗ് ഇവന്റ് ഇടാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് ഈ ആപ്പ് ഫ്രീ ഫോമാറ്റിലും ഏറ്റവും നല്ലൊരു യൂസർ എക്സ്പീരിയൻസിനാണ് തരുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന ഒരു ആപ്പ് എന്ന് പറയുന്നത് വാൾപേപ്പർ ആപ്പാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് iOS-നകത്ത് ഇപ്പം ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന്
എന്ന് പറയുന്നത് വാൾപേപ്പേഴ്സ് ഇപ്പിച്ച് കുറവാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പുതിയൊരു iOS വേർഷൻ വരുമ്പോഴത്തേക്കും പണ്ടത്തെയുള്ള വാൾപേപ്പേഴ്സ് ഒന്നെങ്കിൽ എടുത്ത് മാറ്റും, അല്ലെങ്കിൽ അതിനെ റീപ്ലേസ് ചെയ്തിട്ട് ഏതൊരു ഒരു വാൾപേപ്പർ തരുന്നതാണ് കാണുക. അതും എല്ലാം കൂടെ ഉള്ള ഒരു വാൾപേപ്പർ ആപ്പ് ഇപ്പം ഇല്ല. അല്ലെങ്കിൽ വാൾപേപ്പേഴ്സ് നമ്മൾ സ്റ്റോക്ക് ആയിട്ട് നോക്കുവാണെങ്കിൽ തന്നെ ഇപ്പം മാക്ബുക്കിനകത്തൊക്കെ അല്ലെങ്കിൽ മാക്കിനകത്തൊക്കെ അവരുടെ പണ്ട് തൊട്ടുള്ള എല്ലാ വാൾപേപ്പേഴ്സ് അവൈലബിൾ ആണ്. പക്ഷേ നമുക്ക് iOSനകത്ത് അങ്ങനത്തെ ഒരു കാര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്കൊരു വാൾപേപ്പർ ആപ്പ് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നും. അതും ഞാനിവിടെ ഇപ്പം മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു വാൾപേപ്പർ ആപ്പ് എന്ന് പറയുന്നത് വെലം എന്നാണ്. അത് നല്ലൊരു വാൾപേപ്പർ ആപ്പാണ്. കാരണം വെച്ചാൽ ഇവിടെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് കിട്ടുന്നുണ്ട്. ഡെയിലി വാൾപേപ്പർ ഓപ്ഷനും സൂപ്പർ ബ്ലൂം എന്ന് പറഞ്ഞും ഓവർഫ്ലോ എന്ന് പറഞ്ഞു, അങ്ങനെ നമുക്ക് ഒരുപാട് ചോയ്സസ് ഉണ്ട്. നിങ്ങൾക്ക് വേണ്ട ഏതാണോ അതിൽ നിന്ന് എടുക്കാൻ പറ്റും. അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക രീതിയുള്ള വാൾപേപ്പറാണ് ഇഷ്ടമെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ചൂസ് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് വാൾപേപ്പർ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. അത് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഫ്രീ ആപ്പ് ആണെങ്കിലും ഇതിനും പെയ്ഡ് സർവീസ് ഉണ്ട്. അപ്പോൾ പെയ്ഡ് സർവീസ് എടുക്കേണ്ട ആവശ്യമില്ല. ആഡ് കാണുവാണെങ്കിൽ നമുക്ക് വാൾപേപ്പർ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ തന്നെ ഉണ്ട്. അപ്പോൾ അതായത് നമുക്ക് എന്തൊക്കെ വാൾപേപ്പേഴ്സ് വേണം അതെല്ലാം ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതും അത്യാവശ്യം നല്ലൊരു കളക്ഷനുള്ള വാൾപേപ്പർ ആപ്പ് തന്നെയാണ് ഈ ആപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതാണ് എനിക്ക് വാൾപേപ്പേഴ്സിന് വേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന ഒരു ആപ്പ് എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അവസാനം നോക്കാൻ പോകണമെന്ന് പറയുന്നത് നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം കാണുന്ന സമയത്ത് നമുക്ക് പിന്നെ വായിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പിന്നെ നോക്കാൻ വേണ്ടി സേവ് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുവേണ്ടി പോക്കറ്റ് എന്ന് പറഞ്ഞ ആപ്പ്, അപ്പോൾ അങ്ങനത്തെ ആപ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് അതിനകത്തൊക്കെ ഒരു റീഡിംഗ് മെറ്റീരിയൽ സേവ് ചെയ്യുന്ന കണക്കാണ്. പക്ഷെ നമുക്ക് കാണുന്ന എന്തെങ്കിലും ഒരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഉണ്ട്, അപ്പോൾ അത് പിന്നെ നോക്കാൻ വേണ്ടി സേവ് ചെയ്ത് വെക്കണമെന്നാണെങ്കിൽ അതിനെല്ലാത്തിനും വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആപ്പ് ഉണ്ട്. അത് മൈ മൈൻഡ് എന്നൊരു ആപ്പാണ്. അത് മൈ മൈൻഡ് ഒരു ഫ്രീ ആപ്പാണ്. പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ പെയ്ഡ് സർവീസ് എടുക്കാൻ പറ്റും. അതും ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ തന്നെ ഇതിലേക്ക് സേവ് ചെയ്ത് വെക്കാൻ പറ്റും. അതും സേവ് ചെയ്തതിന് ശേഷം നമുക്ക് പിന്നെ വന്ന് അത് നോക്കണമെങ്കിൽ നോക്കാനും പറ്റും. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം ഏതെങ്കിലും ഒരു പോസ്റ്റ് ഒക്കെ സേവ് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം നോട്ട് ചെയ്തിടണമെങ്കിൽ അത് ഇതിനകത്തേക്ക് സേവ് ചെയ്തിടാൻ പറ്റും. അത് മാത്രമല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വന്തമായിട്ട് തന്നെ ഒരു കാര്യം ക്രിയേറ്റ് ചെയ്യാനും പറ്റും. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ആണെങ്കിൽ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യണമെന്ന ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് ഇവിടെ ക്രിയേറ്റ് ചെയ്തിടാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല എന്തെങ്കിലും ഒരു ആപ്പിൾ ഇവന്റ് ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ അത് നമുക്ക് ഷെയർ ചെയ്ത് വെക്കാൻ പറ്റും, പിന്നെ നമുക്ക് കയറി നോക്കാൻ വേണ്ടി. അപ്പോൾ അങ്ങനത്തെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അതായത് എല്ലാ ആപ്സിൽ നിന്നും എന്തെങ്കിലും ഒരു കാര്യങ്ങൾ സേവ് ചെയ്ത് വെക്കാൻ വേണ്ടി ഒരു ഒറ്റ ആപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഈ മൈ മൈൻഡ് എന്ന് പറഞ്ഞ ആപ്പ് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. അപ്പോൾ ഈ 5 ആപ്പാണ് നമ്മൾ ഈ വീഡിയോ കവർ ചെയ്യുന്നത്. അതും ഈ 5 ആപ്സ് എന്ന് പറയുന്നത് യൂസർ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ എനിക്ക് അത്യാവശ്യം നല്ല യൂസർ എക്സ്പീരിയൻസ് തന്ന ആപ്സ് ആയിട്ടാണ് തോന്നിയേക്കുന്നത്. അതും നമ്മൾ ഇനി ഫ്യൂച്ചർ വീഡിയോസിനകത്ത് പ്രൊഡക്ടിവിറ്റി ആപ്സും ഗെയിംസും അപ്പോൾ അങ്ങനത്തെ വീഡിയോസ് ചെയ്യുന്ന തന്നെയായിരിക്കും. അപ്പോൾ അതൊക്കെ മിസ് ആവുണ്ടെങ്കിൽ ഈ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അതിനൊക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഉറപ്പായിട്ട് ലൈക്കും ചെയ്യുക. അത് മാത്രമല്ല നിങ്ങൾ ഉപയോഗിക്കുന്ന എന്തെങ്കിലും തേർഡ് പാർട്ടി ആപ്സ് ഉണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകമുള്ള ആപ്സ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ കമന്റ് സെക്ഷനിൽ പറയുക. നമുക്ക് എത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.